മ്യൂസിയത്തിൽ വെച്ചാൽ പോലും കാണാൻ ആള് കൂടുമെന്ന മന്ത്രിയുടെ പുകഴ്ത്തലുകൾ കാറ്റിൽ പറത്തി നവകേരള ബസ് കട്ടപ്പുറത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസമൊന്നായി. മെയ് 5-നാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചത്. ഒരു മാസത്തോളം സർവീസ് കുഴപ്പമില്ലാതെ പോയി. യാത്രക്കാർ കുറഞ്ഞതോടെ സർവീസ് ഇടയ്ക്കിടെ റദ്ദാക്കി. തുടർന്ന് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മാത്രമായി യാത്ര. എന്നാൽ ജൂലൈ 21-ന് ശേഷം നവകേരള ബസ് സർവീസ് നടത്തിയിട്ടേയില്ല. കോഴിക്കോട് KSRTC റീജിയണൽ വർക്ക്ഷോപ്പിൽ കട്ടപ്പുറത്ത് പൊടിപിടിച്ച് കിടക്കുകയാണിപ്പോൾ നവകേരള ബസ്. അറ്റകുറ്റപ്പണിക്കായാണ് ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്കുന്നതെന്നാണ് വിവരം. കോഴിക്കോട് നിന്നാണ് നവകേരള ബസ് സർവീസ് നടത്തുന്നതെങ്കിലും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ശുചിമുറി ഒഴിവാക്കി ആ ഭാഗത്തുകൂടി സീറ്റ് പിടിപ്പിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയതെന്നാണ് വിവരം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശം കോഴിക്കോട് ഡിപ്പോ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല. ഓണത്തിന് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഓണമാകുമ്പോഴേക്കും ബസ്സിന് സർവീസ് നടത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്ന് KSRTC കോഴിക്കോട് ഡിപ്പോയിലെ അധികൃതർ അറിയിച്ചു. 1250 രൂപയോളമാണ് നവകേരള ബസ്സിലെ ടിക്കറ്റ് ചാർജ്. എവിടെ നിന്ന് എവിടേക്ക് കയറിയാലും ഇതേ ചാർജ് തന്നെ നൽകണം. 26 സീറ്റുകളാണ് ബസ്സിലുള്ളത്. പുലർച്ചെ 4 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഉച്ചയോടെ ബാംഗ്ലൂരിലെത്തി ഉച്ചതിരിഞ്ഞ് 2:30-ഓടെ തിരിച്ചു പോരുന്ന രീതിയിലാണ് സമയക്രമം. ഉയർന്ന ടിക്കറ്റ് നിരക്കും സൗകര്യപ്രദമല്ലാത്ത സമയക്രമവുമാണ് യാത്രക്കാരെ നവകേരള ബസ് ഉപേക്ഷിക്കാൻ കാരണമാക്കിയത്. AC സെമി സ്ലീപ്പർ ബസ്സുകൾക്ക് 800 രൂപയിൽ താഴെയാണ് കോഴിക്കോട് ബാംഗ്ലൂർ ടിക്കറ്റ് ചാർജ്. ഒരു ദിവസം 40,000 രൂപയെങ്കിലും വരുമാനം ലഭിച്ചാലേ ബസ് നഷ്ടമില്ലാതെ ഓടിക്കാനാകൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ പല ദിവസങ്ങളിലും 5ഉം 6ഉം യാത്രക്കാരുമായി സർവീസ് നടത്തേണ്ടി വന്നതോടെയാണ് സർവീസ് നിർത്താൻ അധികൃതർ തീരുമാനിച്ചത്.